ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗോവയിലെ പലോലിയം ബീച്ചിലാണ്. പലോലിയം ബീച്ചിലെ നൈറ്റ് ലൈഫാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. പകല് വന്നു കഴിഞ്ഞാൽ മറ്റൊരു കാഴ്ചയായിരിക്കും. മുമ്പൊക്കെ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഫോറിനേഴ്സ് ആയിരുന്നു കേട്ടോ. അപൂർവമായിട്ട് ഇന്ത്യൻസിനെ അവിടെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യൻസ് ആണ്. ഇപ്പം ഇന്ത്യക്കാർക്കിടയിൽ ഈ ബീച്ച് അറിയപ്പെടാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. പകല് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഈ വാട്ടർ സ്പോർട്സും അഡ്വഞ്ചർ ആക്ടിവിറ്റീസും അങ്ങനെയൊക്കെ ഉൾക്കൊണ്ടിട്ടാണ്. അതിലൊക്കെ കയറാൻ വേണ്ടിയാണ് ഒരുപാട് ആൾ വരുന്നത്. പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ രാത്രികാല കാഴ്ചകൾ. പിന്നെ ഈ ബീച്ചിൽ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും മീൻപിടുത്ത കാഴ്ചകളുണ്ട് കേട്ടോ. ഇവിടുത്തെ സാധാരണപ്പെട്ട ആൾക്കാരുടെ ഉപജീവന മാർഗമാണ് മീൻപിടുത്തം. പക്ഷെ ടൂറിസം ഇത്രയധികം വികസിച്ചിട്ട് ഇവര് അതിനെ ഒന്നും നശിപ്പിക്കാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീനൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് കുറച്ച് പൈസക്ക് പേശിയൊക്കെ വാങ്ങിക്കാം. എന്നിട്ട് ഇവിടുത്തെ ഏത് റെസ്റ്റോറൻറ്റിൽ കൊണ്ട് കൊടുത്താലും ബുക്ക് ചെയ്ത് കിട്ടും. അതാണ് പ്രത്യേകത. നോക്കി ഇവിടെ പകലെന്നില്ല രാത്രിയെന്നില്ല, ഒരാഘോഷം തന്നെയാണ് കേട്ടോ. ഈ ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബീച്ചാണ്. അധികം ആർക്കും അറിയപ്പെടാത്ത ഒരു ബീച്ചാണ്. ഇപ്പൊ കുറേയധികം ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഇവിടെ വരുന്ന ഒരുപാട് ഇന്ത്യൻസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. പിന്നെ ഓരോ റെസ്റ്റോറൻറ്റുകാർ തമ്മിൽ ഇതുപോലെ കോമ്പറ്റീഷനാണ്. കണ്ട ലൈവ് മ്യൂസിക് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന കണ്ട. ഇവിടെ ലൈവ് മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇതുപോലെ ഫ്രഷ് ഫിഷ് നമ്മുടെ നാട്ടിൽ പോലും കിട്ടത്തില്ല. കണ്ട ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന സ്ഥലമുള്ളത് ഗോവയിലാണ്. 48 ബീച്ചോളം ഉണ്ട്. അപ്പം നമുക്ക് അത് കാരണം വിശ്വസിച്ച് ഇവിടുന്ന് ഏത് ഫിഷ് വേണേലും വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക്. കണ്ട അപ്പം ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാ റെസ്റ്റോറൻറ്റിനും ഫ്രണ്ടിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് ഇവിടെ വരുന്നവർ കഴിക്കുന്നത് ഫിഷാണ്. കൂടുതലും ഗ്രില്ല് ചെയ്തൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. ഇത് കണ്ട ബീച്ചിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുവാണ്. മ്യൂസിക്കൊക്കെ കേട്ടിട്ട് ഇതുപോലെ നല്ല ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ചങ്ങോട്ട് ഇരിക്കാം. എന്ത് രസമാണെന്നറിയാം. സമയം പോകുന്ന പോലും അറിയത്തില്ല. കണ്ട എല്ലാവരും ഇരിപ്പുണ്ട. ഇവിടുന്ന് ആർക്കും എഴുന്നേറ്റ് പോകാൻ പോലും തോന്നുന്നില്ല. ഇവിടെ നേരം വെളുക്കുന്ന വരെ ഇത് തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ്. ഡാൻസും പാർട്ടിയും ഡിജെയും എന്റെ പൊന്നോ രക്ഷയില്ല കേട്ടാ. ഈ ബീച്ചിന്റെ ഒരു പ്രത്യേകത എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓന്റെ ബീച്ചിൽ തന്നെയാണ് ഹട്ടും കോട്ടേജുകളൊക്കെ ഉള്ളത്. അറമ്പോൾ ബീച്ചിലും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഗോവയിലെ എല്ലാ ബീച്ചിലും അങ്ങനെ ഇല്ല. ചില ബീച്ചുകളിൽ മാത്രമേ അങ്ങനെയൊക്കെ ഉള്ളൂ. എന്തായാലും ഈ ഓന്റെ ബീച്ചിൽ വന്നിട്ട് ഹട്ടിലും കോട്ടേജിലൊക്കെ താമസിക്കുന്നത് എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടാ. ഒന്ന് അനുഭവിച്ച് തന്നെ അറിയണം. സീസൺ ടൈമിൽ നമുക്ക് അങ്ങോട്ടൊന്ന് അടുക്കാൻ പോലും പറ്റത്തില്ല. ഏറ്റവും കുറഞ്ഞ ഒരു 5000 രൂപയെങ്കിലും വേണം. പക്ഷെ ഓഫ് സീസണിൽ വന്നാൽ അതിന്റെ പകുതി റേറ്റിന് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. സാധാരണ ബീച്ചിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ നിറയെ മണ്ണുകളും മൺകൂനിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ വരാം. ഇത് കണ്ട ഒരേ നിരപ്പിലാണ് കിടക്കുന്നത്. പിന്നെ ഇവിടുത്തെ പാർട്ടി, നൈറ്റ് പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടും കപ്പിൾസിനൊക്കെ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ ഉഗ്ര സ്പോട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഈ രാത്രി നൈറ്റ് ലൈഫാണ്. കാരണം ഈ നൈറ്റ് പാർട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ആസ്വദിച്ചിരിക്കും കേട്ടോ. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് മറ്റൊരു ലോകമാണ്. എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഉഗ്ര സ്പോട്ടാണ്. കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് ഇതിനു വേണ്ടിയാണ്. എന്തായാലും നൈസായിട്ട് നമുക്ക് ഇന്ന് ആസ്വദിച്ചിട്ട് തന്നെ പോകാം കേട്ടോ.
നമ്മുടെ നാട്ടിലൊക്കെ റെസ്റ്റോറന്റുകൾ എങ്ങനെയാണ്? നമ്മൾ ആരെങ്കിലും മൈൻഡ് ചെയ്യുക? നമ്മൾ വേണമെങ്കിൽ അവിടെ കയറി കഴിച്ചോണം. ഇവിടെ അതല്ല. നമ്മൾ ഇതുപോലെ ഇങ്ങോട്ട് പോകുമ്പോ 10,000 പേര് നമ്മുടെ പുറകെ വരും. എന്തിനാന്നല്ലേ? ദേ ഇവിടെ സീറ്റുണ്ട്, വന്നിരുന്നോ, നല്ല ഫുഡുണ്ട്. പിന്നെ ഇവിടെ സാധാരണ കിട്ടുന്നതാണ്. ഇവിടെ എല്ലാത്തിനും പെർമിഷൻ ഉണ്ട്. ലിക്കറും ബിയറും എല്ലാം കിട്ടുന്ന സ്പോട്ടാണ്. പിന്നെ ഓരോ റെസ്റ്റോറന്റുകാരും ഡാൻസും പാർട്ടിയൊക്കെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണുമ്പോഴാണ് നമ്മൾ അവിടെ കയറുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുന്നത് അത് കാണുമ്പോഴാണ്. അതിനു വേണ്ടിയാണ്. എന്ത് തന്നെയാണെങ്കിലും എന്താ നോക്കിയ ബീച്ചിന്റെ സൈഡിലൊക്കെ ഇതുപോലെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കണ്ടല്ലോ, എന്റെ പൊന്നെ ഒരു രക്ഷയില്ല. അത് നമ്മൾ ആസ്വദിച്ച് തന്നെ അറിയണം അല്ലെ? ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഒരു ടൈം പാസിനാണ്. കാറ്റൊക്കെ കൊണ്ട് ആ കടലിലെ തിരയുടെ ആ ഇരമ്പലൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ. ഇതുപോലെ ഒരു ബീച്ച് വേറെ ഇല്ല കേട്ടോ. അറമ്പോളിലും ഉണ്ട്, പക്ഷെ ഇത് വേറൊരു ഫീലാണ്. മറ്റൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത്. നോക്കി വേണ്ട, ഇവിടെ പകലും രാത്രിയൊന്നും ഇല്ല. എല്ലാരും ഇങ്ങനെ നടക്കും. നല്ല രസമാണ്. ഇതിന്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ വരുന്ന ഫോറിനേഴ്സ് ആണെന്ന്. മിക്ക ബീച്ചിൽ ചെന്നിട്ട് ഫോറിനേഴ്സിനെ കാണാനേ ഇല്ല. എല്ലാരും ഇപ്പൊ ശ്രീലങ്കയിലാണ് പോകുന്നതെന്ന്. ഇതിന്റെ പകുതി പൈസ മതി ശ്രീലങ്കയിൽ പോകാൻ വേണ്ടി. അപ്പൊ നമ്മൾ നമുക്ക് എത്ര രൂപ കുറഞ്ഞു കിട്ടുന്നത് അതല്ലേ നമ്മൾ നോക്കത്തുള്ളൂ. ഇവിടെ എല്ലാരും നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടാ. ചില സ്ഥലത്തൊക്കെ പാർട്ടി നടപ്പുണ്ട്. ചിലതൊക്കെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഇത് വോയിസ് ഓവർ ചെയ്തേക്കുവാണ് കേട്ടോ. ലൈവ് മ്യൂസിക്കും പാർട്ടിയൊക്കെ ഇതിന്റെ ഇവിടെയൊക്കെ നടക്കുന്നതാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ വെച്ചാൽ അതിന്റെ ഒരു ഫീല് കിട്ടത്തുള്ളൂ. എന്ത് ചെയ്യാൻ, അതൊന്നും അങ്ങനെ വെക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ക്ഷമിക്കുക. കുറെ ഭാഗത്തോട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവിടെയൊക്കെ നല്ല രസമുണ്ട്. ആളൊഴിഞ്ഞു കിടക്കുമ്പോ നമുക്കതൊരു രസമില്ലല്ലോ. കാണാനാണേലും നിൽക്കാൻ പോലും തോന്നത്തില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തിരക്കും ഇതുപോലെ പാർട്ടിയും ഡാൻസും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ചു നേരം ഇരിക്കാനാണേലും ആർക്കായാലും തോന്നത്തുള്ളൂ.
ഇവിടെയും ഗംഭീര പാട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഒരു സായിപ്പ നിന്നിട്ട് തകർത്ത് വാരുവാണ്. ഓ, സായിപ്പിന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. എന്താ അത് കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ ആൾക്കാർ കൂടുതൽ ഇരിക്കത്തുള്ളൂ. ഫുഡ് കഴിക്കാനാണെങ്കിലും കുറച്ചു നേരം അതൊക്കെ ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇരിക്കും. അല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന റെസ്റ്റോറൻറ്റിലൊന്നും കയറി ആരും ഇരിക്കാറില്ല. എല്ലാവർക്കും ഇഷ്ടം അതല്ലേ. എല്ലാരും കൂടെ ചേർന്ന് ഇതുപോലെ ഇരുന്നിട്ട് അടിച്ചു പൊളിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. സായിപ്പിന്റെ പാട്ട് കേട്ടിട്ട് ഡാൻസ് കളിക്കാൻ തോന്നുവാണ് കേട്ടോ. അത് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ആരാണേലും കളിച്ചു പോകും. അത്രയ്ക്ക് അടിപൊളിയാണ്. അത് പോകാനേ തോന്നത്തില്ല, ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ തോന്നുവാണ്. പക്ഷെ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് കിട്ടുന്നോണ്ട്. എന്ത് ചെയ്യാനാ. ഇവിടെ വന്നപ്പോ ഒരു രസമുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ ടാറ്റാ ബൈ ബൈ, സീ യു.